പാലാരിവട്ടം പാലമൊക്കെ അഴിമതിയിൽ തകർന്നു വീഴാം. പക്ഷേ ഒരു സംസ്ഥാനത്ത് 10 ദിവസത്തിനിടെ 5 പാലങ്ങൾ തകരുന്നതിനെ എന്തു വിളിക്കണം? ബീഹാറിൽ തകർന്നു വീണ 5 പാലങ്ങൾ ഇന്ത്യയിലെ ദരിദ്ര സംസ്ഥാനത്തോട് ചെയ്യുന്ന കൊടിയ വഞ്ചനയുടെ പ്രതീകമാണ്. ഹരിയാനയിൽ നിന്നുള്ള നിർമ്മാണ കമ്പനി ബീഹാറിൽ വന്നു നിർമ്മിച്ച പാലങ്ങളാണ്. അതിലൊന്ന് 11 മാസം മുൻപ് തകർന്നു വീണപ്പോൾ പുനർനിർമ്മിച്ചു, വീണ്ടും വീണു. രാജ്യത്തെ നിർമ്മാണ മേഖലയിലെ അതീവ ഗുരുതര അഴിമതികളിലേക്ക് കണ്ണു തുറപ്പിക്കുന്നതാണ് ഈ പാലം തകർച്ചകൾ. ബീഹാറിൽ പാലങ്ങളാണ് തകർന്നു വീഴുന്നത് എങ്കിൽ അതിലും വലിയ വലിയ അഴിമതിയും അമ്പരപ്പുള്ള കാര്യവും CAG പുറത്തുവിട്ടു. പക്ഷേ അത് കാര്യമായി ഈ രാജ്യം ചർച്ച ചെയ്തില്ല. ഭാരത് മാല പരിയോജനയിൽ രാജ്യത്ത് 34,800 കിലോമീറ്റർ റോഡ് നിർമ്മിക്കുന്നതിലെ കൊടും വീഴ്ചകളായിരുന്നു അത്. ഓരോ കിലോമീറ്ററിനും അനുവദിച്ച തുകയേക്കാൾ 10 കോടി അധികം ചെലവഴിച്ച മഹാമാമാങ്കമാണ് ഭാരത് മാലയിൽ നടക്കുന്നത് എന്നാണ് CAG കണ്ടെത്തിയത്. പുതുപുത്തൻ വെള്ളാനകളുടെ നാട്ടിലേക്ക് പോകാം. ഇനി പറയുന്ന കണക്കുകളിലെ അക്കങ്ങൾ എണ്ണാൻ 2 കൈകളിലെയും കാലുകളിലെയും വിരലുകൾ ഒരുപക്ഷെ മതിയായെന്ന് വരില്ല. നോക്കാം സ്പോട്ട്ലൈറ്റ്. ഇതാ ശ്രദ്ധിച്ചു കേൾക്കേണ്ട ആ CAG കണക്കുകൾ. ഭാരത് മാല പരിയോജന 1ാം ഘട്ടത്തിൽ അനുവദിച്ചത് 23,268 കിലോമീറ്റർ റോഡാണ്. ഇതിന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ എക്കണോമിക് അഫയേഴ്സ് അഥവാ ധനകാര്യ ക്യാബിനറ്റ് കമ്മിറ്റി അനുവദിച്ചത് 5,35,000 കോടി രൂപ. ദേശീയപാത അതോറിറ്റി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് 10,55,268 കോടി രൂപയുടേതാണ്. കണക്ക് 100 കോടിയുടെയും 1000 കോടിയുടെയും അല്ല, ലക്ഷം കോടിയുടേതാണ്. അത് മറക്കരുത്. 5 ലക്ഷം കോടി രൂപയുടെ അധിക എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കും മുൻപ് ആരുടെയെങ്കിലും അനുമതി വാങ്ങിയോ? ഇല്ലെന്ന് CAG. തുക അധികരിച്ചത് എവിടെയെങ്കിലും പ്രസിദ്ധീകരിച്ചോ? അതും ഇല്ലെന്ന് CAG. പിന്നെ ആരാണ് 5 ലക്ഷം കോടി അനുവദിച്ച പണിക്ക് 10 ലക്ഷം കോടി ചെലവാക്കാമെന്ന് കണ്ടെത്തിയത്? ഇന്ത്യയുടെ പൊതുഭരണ രംഗം ഇങ്ങനെ അരൂപികളുടെയും അശരീരികളുടെയും ഭരണത്തിലാണോ ഇപ്പോൾ? വേറെയുമുണ്ട് കേൾക്കേണ്ട കഥകൾ. ഇനി പദ്ധതി നടപ്പാക്കാൻ ക്യാബിനറ്റ് കമ്മിറ്റി അനുവദിച്ച വായ്പാ പരിധി നോക്കാം. 2 ലക്ഷം കോടി രൂപയ്ക്ക് അല്പം മുകളിൽ. കൃത്യം തുക ഈ വശത്തെ ഗ്രാഫിക്സിൽ കാണാം. 2020-21 ആയപ്പോഴേക്കും തന്നെ വായ്പ എടുത്തത് 3 ലക്ഷം കോടിയിലേറെ രൂപയാണ്. ഒരു സംസ്ഥാനം പെൻഷൻ കൊടുക്കാനും പദ്ധതി നടത്താനും എടുത്ത 1000 കോടികൾ പോലും മൊത്തം കടത്തിൽ എഴുതി ചേർത്ത കേന്ദ്രമാണ്. അവിടെ ആരോടും പറയാതെ, ആരോടും ചോദിക്കാതെ അധികം എടുത്തത് 1 ലക്ഷം കോടി രൂപയുടെ വായ്പ. എങ്ങനെയാണ് ഈ തുക അധികരിച്ചത് എന്ന് കൂടി നമുക്ക് പരിശോധിക്കാം. ഓരോ കിലോമീറ്ററിനും സിവിൽ വർക്കിന് അഥവാ നിർമ്മാണത്തിന് അനുവദിച്ചിരുന്നത് 13,98,00,000 രൂപയാണ്. ദേശീയപാത അതോറിറ്റി തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് 23,89,00,000 രൂപയുടേതും. ഓരോ കിലോമീറ്ററിനും ഇങ്ങനെ 10 കോടിയുടെ അധിക ചെലവ് വരുമ്പോൾ മന്ത്രിതല സമിതിയുടെ അനുമതി വേണ്ടേ? അതുണ്ടായില്ല. ആരോ തീരുമാനിച്ചു, ആരോ നടപ്പാക്കി. അവിടെ കഴിയുന്നില്ല ആ ഞെട്ടൽ. നിർമ്മാണത്തിന്റെ മുന്നൊരുക്കങ്ങൾക്ക് അഥവാ സർവേ പോലുള്ള കാര്യങ്ങൾക്ക് ക്യാബിനറ്റ് സമിതി അനുവദിച്ചത് കിലോമീറ്ററിന് 1,39,00,000 രൂപയാണ്. ദേശീയപാത അതോറിറ്റി ചെലവഴിച്ചത് 8,28,00,000 രൂപയും. ശ്രദ്ധിക്കണേ അംബാനെ എന്ന് പറയാൻ പോലും ഈ വകുപ്പിലൊന്നും ആരുമില്ലേ? ഒരു ജനാധിപത്യ രാജ്യത്ത് എങ്ങനെയാണ് ഇത്രയും വലിയൊരു കൊള്ള നടക്കുന്നത്? ഡൽഹി വഡോദര എക്സ്പ്രസ് ഹൈവേ, ദ്വാരക എക്സ്പ്രസ് ഹൈവേ, ഇത് രണ്ടും നരേന്ദ്രമോദി സർക്കാർ ഏറ്റവും അഭിമാനകരമായി അവതരിപ്പിച്ചതാണ്. ഈ 2 പദ്ധതികളും നടപ്പാക്കുന്നത് പ്രാഥമിക അനുമതികൾ പോലും ലംഘിച്ചാണെന്ന് CAG എഴുതി വച്ചിട്ടും ഈ രാജ്യത്ത് ഒന്നും സംഭവിച്ചില്ല. ആരോ തയ്യാറാക്കിയ പദ്ധതി രേഖ യോഗ്യതയുള്ള സമിതികൾ ഒന്നും പരിശോധിച്ചില്ല എന്നാണ് CAG എഴുതിയത്. BOT പദ്ധതി, അത് ഇതിൽ 2% മാത്രമേ ഉള്ളൂ. അതിനുള്ള തുകയിൽ നിന്ന് പോലും 3,598 കോടി രൂപ വകമാറ്റി. ഇതെന്തൊരു നാടാണ്! പോരെങ്കിൽ ഒരു വരി കൂടിയുണ്ട്.
ഭാരത്മാല പരിയോജന പദ്ധതി നടത്തിപ്പ് ക്യാബിനറ്റ് കമ്മിറ്റിയും പൊതുനിക്ഷേപക ബോർഡും പരിശോധിക്കണമെന്ന നിർദ്ദേശം പോലും നടപ്പായില്ല എന്ന്. 10 ലക്ഷം കോടി രൂപയുടെ പണി നടത്തുന്നിടത്ത് ചോദിക്കാനും പറയാനും ആരുമില്ലെന്നാണ് CAG ഇപ്പറഞ്ഞതിന്റെ അർത്ഥം. മഞ്ഞും കാറ്റും കൊണ്ട് തകർന്നു വീണു എന്ന് ബീഹാർ റോഡ് നിർമ്മാണ വകുപ്പ് വിശദീകരണം നൽകിയത് ഏതായാലും കേന്ദ്ര നിർമ്മിതിയിലല്ല. പക്ഷേ ഇപ്പോൾ എന്തുകൊണ്ടാണ് കേരളത്തിലെ ട്രെയിനുകളിലൊക്കെ ഇത്ര തിരക്കെന്നറിയാമോ? ഇവിടെ ദേശീയപാത തകർന്നടിഞ്ഞു കിടക്കുകയാണ്. വഴിയാത്രക്കിറങ്ങിയാൽ നടുവൊടിയും. 6 മണിക്കൂർ കൊണ്ട് ബസ്സിലെത്തേണ്ട ദൂരമൊക്കെ ഇപ്പോൾ 12 മണിക്കൂറിലാണ് സാധ്യമാകുന്നത്. പല റോഡുകളും കഴിഞ്ഞ വർഷം പുതുക്കിപ്പണിതാണ്. ഇതിലൊക്കെ ഇത്രയും വലിയ കുഴികൾ ഉണ്ടായത് എങ്ങനെയാണ്? പാലാരിവട്ടം പാലം പണിത കോൺട്രാക്ടർ തന്നെ ഇപ്പോഴും ദേശീയപാതകൾ ഇന്നാട്ടിൽ പണിതുകൊണ്ടിരിക്കുന്നുണ്ട്. പാലം കെട്ടുന്നുണ്ട്. ബീഹാറിലെ ആ പാലം ക്യാമറകൾക്ക് മുന്നിൽ തകർന്ന വിധം ഒന്നുകൂടി കാണാം. അതാണ് ഇന്ത്യയിലെ പൗരന്മാർക്കുള്ള യഥാർത്ഥ മുന്നറിയിപ്പ്. അങ്ങനെ തിരിച്ചറിവിന്റെ ഈ ദൃശ്യത്തോടുകൂടി ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് പൂർണ്ണമാകുന്നു. നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും ഇതേ സമയം.